ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലെ ബസ് സ്റ്റേഷനിലാണ്, ബസ് സ്റ്റാൻഡിലാണ്. ഇതേ ഇത്തരത്തിലുള്ള കാണുന്നതാണ് ചെറിയ ബസ്സുകൾ, മിനി ബസ്സുകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് അലക്സാണ്ട്രിയിൽ നിന്ന് നേരെ തിരിച്ച് പോവാണ് കൈറോയിലോട്ട്. കൈറോ നിന്ന് ലുക്സോർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഏകദേശം 10-11 മണിക്കൂറത്തെ ജേണി ഉണ്ട്. ഇന്ന് രാത്രി 8:30 എൻ്റെ ഇവിടുന്ന് അലക്സാണ്ട്രിയിൽ നിന്ന് കൈറോയിലേക്കുള്ള ബസ്. ഇപ്പോൾ സമയം 7:50 8 മണിയാറായി. കുറച്ച് നേരത്തെ വന്നു. ട്രാഫിക് ഉണ്ടാവും ഇല്ലയോ എന്നുള്ള അറിയില്ലല്ലോ. അപ്പോൾ 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ എത്തി. ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചിട്ടില്ല, 8:05 സൂര്യൻ അസ്തമിക്കാറ്. അപ്പോൾ ഇവിടെ വന്ന ശേഷം ഇനിയിപ്പം നമ്മുടെ കൈറോയിലേക്ക് പോകുന്ന ബസ് എടുക്കുക. അതായത് രാത്രി 1 മണിക്ക്, അതായത് പുലർച്ചെ 1 മണിക്ക്. ഇവിടുന്ന് കൈറോയിലേക്ക് ഏകദേശം 2-2.5 മണിക്കൂർ കൊണ്ടെത്തും. 1 മണിക്ക് രാത്രി 1 മണിക്ക് നേരെ ലുക്സോറിലേക്കുള്ള ബസ്സുണ്ട്. ഒരു 10 മണിക്കൂർ 11 മണിക്കൂർ നീണ്ട ബസ്സാണ്. അപ്പോൾ രാത്രി റൂം എടുക്കേണ്ട ആവശ്യമില്ല. റൂം നേരെ ബസ്സിൽ തന്നെ കിടന്നുറങ്ങുക. രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ലുക്സോറിലെത്തും. അപ്പോൾ ഈ ഒരു യാത്രാ വിശേഷങ്ങളും അല്ലെങ്കിൽ ലുക്സോറിലെ കാഴ്ചകളും ഇറങ്ങിയ വീഡിയോ ആണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടങ്ങളിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനായിട്ട് ഉപയോഗിക്കുന്നത് ചെറുകിട എന്നുള്ള വാനുകളാണ്. പിന്നെ ഉള്ളത് സൂപ്പർ ജെറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയ ബസ്സുകളൊക്കെ പോകുന്നത്, ഇത്തരത്തിലുള്ള ദൂര യാത്രകളിലേക്ക് പോകാനുള്ള വലിയ ബസ്സുകൾ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ചെറിയ വാനുകളാണ് ഉപയോഗിക്കുന്നത്. ഒരു 15-16 പേര് ഇരിക്കാവുന്ന രീതിയിലുള്ള ഷെയറിങ് വാനുകൾ. നമ്മുടെ നാട്ടിലെ കാണുന്ന ബസ് സ്റ്റാൻഡ് പോലെ തന്നെ ഉണ്ട്. കട്ടയുടെയും മറ്റും കളിപ്പാട്ടങ്ങളും ഫുഡ് ഐറ്റംസും ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും ഇടയ്ക്ക് വെക്കുന്നുണ്ട്. യൂസ്ഡ് ബാഗുകൾ വെക്കുന്നുണ്ട്, പുതിയ ബാഗുകളുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സൂപ്പർ ബസ്സുകൾ, അതായത് വലിയ ബസ്സുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ മൊത്തം ചെറിയ വാനുകൾ. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഓൺലൈനിലും നമുക്ക് എടുക്കാൻ പറ്റും, നേരിട്ട് വന്നിട്ട് എടുക്കാൻ പറ്റും. ഞാൻ നേരിട്ട് വന്നിട്ടാണ് എടുത്തത്. ചോദിച്ച സമയം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാമല്ലോ. അങ്ങനെ നേരിട്ട് വന്നിട്ടാണ് എടുത്തിരിക്കുന്നത്. 750 ഗിനിയാണ് വന്നത്. അതായത് അലക്സാണ്ട്രിയിൽ നിന്ന് കൈറോന്ന് ലുക്സോർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ ഈ 750 എന്ന് പറയുന്നത് നമുക്കൊരു 1 നൈറ്റ് ഹോട്ടലിൽ എടുക്കുന്ന ഒരു പൈസ ആണെന്നുള്ളൂ. പക്ഷേ നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഷവർമ കടയുണ്ട്. ഷവർമ എടുക്കട്ടെ. ഷവർമ കഴിച്ചിട്ട് ഇരിക്കാം. ഇവിടെ ബസ് വരും. ഇവിടെയാണ് ബസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ അലക്സാണ്ട്രിയിൽ നിന്ന് കൈറോയിലേക്ക് പോകുന്ന ബസ്സാണ്. 2 തട്ടിന് തോന്നുന്നു താഴെ മേലെയായിട്ട്. ഏകദേശം 2.5 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് വിചാരിക്കാം. പക്ഷേ വലിയ ബസ്, അടിപൊളി ബസ്സാണ്. ഇതിലും അടിപൊളി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു 10 മണിക്കൂറത്തെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ലുക്സോറിലേക്ക് പോകാനുള്ള. അതിൻ്റെ ഫ്രണ്ടും കൂടി കാണിച്ചു തരാം. കണ്ടില്ല, സൂപ്പർ ബസ്. ടിക്കറ്റ് കാണിച്ച് ഇതാണ് ബസ് എന്ന് പറഞ്ഞു. ബാഗ് ഇവിടെ വെച്ചിട്ട് ഉള്ളിലോട്ട് കയറാം. സീറ്റ് ഏതായാലും മേലെയാണെന്ന് സൂപ്പറാണല്ലോ. നമ്മളെ സീറ്റ് നമ്പർ എത്രയാണ്? സീറ്റ് നമ്പർ 22. ഫ്ലൈറ്റ് പോലെ തന്നെയാണല്ലോ ഇത്. 22 ഇത് പൊളി ബസ്. എനിക്കൊന്ന് ഈ ബസ്സിൽ തന്നെയായിരിക്കും ഇവിടത്തേക്ക് പോകാനും തോന്നുന്നു. അലക്സാണ്ട്രിയിൽ നിന്ന് കൈറോയിലേക്ക് പോകുന്ന ബസ്സാണിത്. ബസ്സിൽ ഫുൾ ആൾ നിറഞ്ഞുകൊണ്ടാണ് ബസ്സിൻ്റെ ഉൾവശം കയറുന്ന സമയത്തൊന്നും കാണിക്കാതിരുന്നത്. പിന്നെ നേരെ സ്വന്തം സീറ്റിലിരിക്കുകയാണെങ്കിലും നമ്മൾ ഫ്ലൈറ്റിലിരിക്കുന്ന അതേപോലെ തന്നെ രീതിയാണ്. കാരണം ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും ഫ്ലൈറ്റിൽ അതേ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. ഹെഡ്ഫോൺസ് കാര്യങ്ങളൊക്കെ തരുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് മൂവീസും കാര്യങ്ങളൊക്കെ ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സൗണ്ട് പുറത്തേക്കൊക്കെ ആണെങ്കിലും ഹെഡ്ഫോണൊക്കെ കിട്ടും. ഇനി ഏതായാലും 2-3 മണിക്കൂറത്തെ യാത്രയാണ് ഇവിടുന്ന് നേരെ അലക്സാണ്ട്രിയിൽ കൈറോയിലേക്ക്. അതിന് കൈറോയിലേക്ക് എത്തിയ ശേഷം ബാക്കി അവിടെ വെച്ച് കാണാം. അല്ല, അവിടെ നിന്ന് മറ്റൊരു ബസ്സിൽ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അത് അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. 8:36 ബസ് വിട്ടിട്ടോ. കറക്റ്റ് ടൈമിംഗ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന സമയം കണ്ടില്ല, 9:27. അത് ഇവിടുത്തെ വിൻ്ററിൻ്റെ സമയമാണ്. അത് മാറ്റിയിട്ടില്ല. 1 മണിക്കൂർ വിൻ്റർ ആവുന്ന സമയത്ത് തണുപ്പാവുന്ന സമയത്ത് മാറും. അങ്ങനെ നമ്മുടെ ബസ് അലക്സാണ്ട്രിയിൽ നിന്ന് കൈറോയിലെത്തി. ഇത് ബസ്സാണ് റിവേഴ്സ് എടുത്തിട്ട് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. ഏകദേശം 218 കിലോമീറ്റർ ഉണ്ട്. 3 മണിക്കൂർ എടുത്തു സമയം. 8:30 പുറപ്പെട്ടാണ് 11:30 ആകുമ്പോഴത്തേക്ക് ഇത് കൈറോയിൽ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ബസ് എന്ന് പറയുന്നത് 1 മണിക്കാണ്. 1.5 മണിക്കൂർ എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കാം. 1.5 മണിക്കൂർ 1/2 മണിക്കൂർ മുമ്പേ നമ്മൾ എത്തണം. 1 മണിക്കൂർ കറക്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഭക്ഷണങ്ങൾ കഴിക്കണമെങ്കിൽ കഴിക്കാം. ഈ ഒരു ഏരിയയിൽ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൈറോ നിന്ന് ലുക്സോർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. 700 കിലോമീറ്റർ ഉണ്ട്. 8 മണിക്കൂർ 8.5 മണിക്കൂറൊക്കെയാണ് കാണിക്കുക. എന്തായാലും ബസ് ആയതുകൊണ്ട് തന്നെ 10 മണിക്കൂർ ആവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ രാത്രി 1 മണിക്കാണ് ബസ്. 1:05 നമ്മുടെ ബസ്സിൻ്റെ ടൈം ടിക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1:15 ഇതുവരെ ബസ്സൊന്നും എത്തിയിട്ടില്ല. ബസ്സുകൾ വരുന്നുണ്ട്. നമ്മുടെ ലുക്സോസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ള ബസ്സുകൾ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതാണെന്നറിയില്ല. ഇപ്പോൾ ലാസ്റ്റ് വന്ന ബസ് റിവേഴ്സിലെത്തുന്നുണ്ട്. ഇതാണെന്നറിയില്ല, ചോദിച്ചു നോക്കണം. നമ്മൾ നേരത്തെ വന്ന ബസ്സിനെക്കാട്ടിയും ചെറുതാണെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ വന്ന 2 തട്ടുണ്ടല്ലോ, ഇത് ഒറ്റ തട്ടേ ഉള്ളൂ. ഇനി ഇരുന്ന് നല്ല രീതിയിൽ കിടന്ന് പോകാനുള്ള സൗകര്യം ഉണ്ടായാൽ മതി. സാധനങ്ങൾ ലഗേജിലൊക്കെ വെക്കണം. ബാഗ്
പിന്നെ ഉള്ളിലോട്ട് പോകണം. സീറ്റ് ഡ്രൈവറെ തൊട്ട് പുറകിലായിട്ടാണ്. സീറ്റ് നമ്പർ 1 ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. മറ്റേ ബസ്സിനെക്കാട്ടി സീറ്റ് ഇതാണ് കേട്ടോ അടിപൊളി, കുറച്ചുകൂടി കംഫർട്ട് കാണിക്കുന്നത്. സീറ്റ് നമ്പർ 1 ആണ്. ഡ്രൈവറിൻ്റെ ബസ്സിന് പുറകിലായിട്ടാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ, സുഖമായിട്ട് കാണാൻ കാഴ്ചകൾ. അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അടുത്ത യാത്ര കയറുന്ന ലക്സറിലേക്ക് 650 കിലോമീറ്റർ, ഏകദേശം 8-10 മണിക്കൂർ എന്തായാലും എടുക്കും. ഇപ്പോൾ രാത്രി 1:30 മണിയായി. അപ്പോൾ ഒരു 10:30-11 മണിക്കൊക്കെ എത്തുമെന്ന് വിചാരിക്കും. 1:25 ബസ് പുറപ്പെടുന്നത് നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന്. ഡ്രൈവർ തൊട്ട പുറകിലായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ ഫുള്ള് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റും. ആക്ച്വലി ഞാൻ അവിടെ നിന്നും ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് സീറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനാണ് ഈ സീറ്റ് സെലക്ട് ചെയ്തത്, നേരെ ഡ്രൈവറിൻ്റെ നേരെ പുറകിലായിട്ടുള്ളത്. അതും സിംഗിൾ സീറ്റാണ്. അപ്പോൾ നമ്മൾ 2 സീറ്റായിട്ട് ഷെയറിങ്ങിൻ്റെ ആവശ്യമില്ല. ഫ്ലൈറ്റിൽ അതേപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും നമ്മളവിടെ കാണുന്ന ഈ പാസഞ്ചർ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ അതേപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ടോയ്ലറ്റ് അടക്കമുണ്ട് ഈ ബസ്സിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മൂത്രമൊഴിക്കാനൊക്കെ പോകണമെങ്കിൽ പ്രത്യേകിച്ച് പുറത്തേക്ക് ബസ് നിർത്താനോ ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ടോയ്ലറ്റ് പോകാം. രണ്ടിന് പോകുന്ന കാര്യത്തിൽ വലിയ കുറച്ചൊക്കെ പ്രയാസം തന്നെയാണ്. നമ്മുടെ ഫ്ലൈറ്റിലായാലും നമുക്ക് ബുദ്ധിമുട്ടല്ലേ രണ്ടിന് പോകാൻ. കൂടെ വെള്ളമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചെറിയൊരു ടോയ്ലറ്റാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അകത്ത് കാണുന്ന പോലെ തന്നെ. അപ്പം മൂത്രയ്ക്കാനൊക്കെ പോകുകയാണെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ കഴുകാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ്സിനകത്ത് തന്നെ. ഫ്ലൈറ്റ് പോലെ തന്നെ ഫുഡ് വരെ കൊണ്ടുത്തുന്നുണ്ട്. ഫുഡ് വരെ ഇൻക്ലൂഡാണ്. വലിയ ബോക്സൊക്കെയാണ്, പക്ഷേ തുറന്നൊക്കെ ഇപ്പോൾ അതിനുള്ളിൽ ഒന്നുമില്ല കാര്യമായിട്ട്. ചെറിയൊരു ജ്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നത്, ഒരു ബോട്ടിൽ വെള്ളം കാണുന്നുണ്ട്, പിന്നെ ഒരു കോഫിയുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ, പിന്നെ ഒരു വാഫർ ബിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ ജ്യൂസും. ഇത്രയേ ഉള്ളൂ. ബോക്സൊക്കെ വലിയ ബോക്സൊക്കെയാണ്, പക്ഷേ സാധനങ്ങളൊക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ അതിൽ. ഗുഡ് മോർണിംഗ്. അങ്ങനെ നേരം വെളുത്തു. രാവിലെ 6:30 മണിയായി. നേരം വെളുത്ത് എഴുന്നേറ്റിട്ടുണ്ട്. ബസ്സിനുള്ളിൽ ഫുള്ള് സൈഡിലൊക്കെ കർട്ടൻ ഉള്ളതുകൊണ്ട് തന്നെ ഫുള്ള് ഡാർക്കാണ്. പക്ഷേ ഞാൻ ഡ്രൈവറുടെ നേരെ പുറകിലിരിക്കുന്നതുകൊണ്ട് തന്നെ വെളിച്ചം നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അപ്പം വെളിച്ചം വന്ന സമയത്ത് നമ്മൾ ഉറക്കം ഞെട്ടി രാത്രി നല്ല രീതിയിൽ തന്നെ ബസ്സിൽ കിടന്നുറങ്ങി. രാത്രി എന്ന് വെച്ചാൽ 2:30 മണിക്കാണ് കിടന്നത്. 2:30 മണി മുതൽ 4 മണിക്കൂർ കിടന്നുറങ്ങി. നല്ല കംഫർട്ടുള്ള യാത്ര തന്നെയാണ് ബസ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഹെയർ ഹോസ്റ്റേഴ്സ് പോലെ, ഫ്ലൈറ്റിലുള്ള ഹെയർ ഹോസ്റ്റേഴ്സ് പോലെ ബസ്സിലും ഒരു ഹെൽപ്പറായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഹോട്ട് വാട്ടറോ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ടുതരാനൊക്കെ ആയിട്ട് അത്തരത്തിൽ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്. ഇങ്ങനെ യാത്ര പോവുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ദൂരം ഓടാനുണ്ട്. നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ചെക്ക് പോയിന്റ് ഉണ്ടായിരുന്നു. ചെക്ക് പോയിന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പോവുകയാണ്. ഒരു മഫ്റ്റിയിലുള്ള ഒരു പോലീസുകാരൻ്റെ ഒന്ന് പറയാൻ കാരണം അവിടെ ഗണ്ണ് പാൻറ്റിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ട് കയറിയിട്ട് എല്ലാവരെയും ചെക്ക് ചെയ്തു. അത് ഞാൻ വിദേശിയാണെന്ന് ഇന്ത്യൻ പാസ്പോർട്ട് കണ്ടപ്പോൾ എന്നെ ചെക്ക് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള എല്ലാ ഈജിപ്ഷ്യൻ അവരുടെ ID ചെക്ക് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടുത്തെ റേറ്റ് കണ്ടില്ലേ, നമ്മൾ ഖത്തറിനെക്കാട്ടും ചീപ്പായിട്ടാണ് ഇവിടെ ഡീസൽ കൊടുക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ലുക്സറിലെത്തിയ സമയത്ത് ബസ് ഇറങ്ങുമ്പോൾ തന്നെ ടാക്സിക്കാരൻ അടി പിടി. അപ്പോൾ 500 പറഞ്ഞിട്ട് 500 ഗിനി പറഞ്ഞിട്ട് അവസാനം 500 പറഞ്ഞിട്ട് അവസാനം അടി കൂടിയിട്ട് ഞാൻ ഇയാൾ ഒരു ലണ്ടൻകാരൻ, ഇന്ത്യൻ ലണ്ടനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് 150 വെച്ചിട്ട് പോവാണ് ഇവിടുന്ന്. അല വസാല അമലേ لا والله خلاص يا حبيبي والله مشكور. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോവാണ്. ഇവർ തമ്മിൽ അടിയായി. അതായത് ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ തമ്മിൽ അടിയായി. വലവേശൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അവസാനം ഞാനും പുള്ളിയും കൂടിയിട്ട് തീരുമാനിച്ചിട്ട് അങ്ങനെ പോവാണ് ഹോട്ടലിലേക്ക്. കാരണം ഇപ്പോൾ 12 മണിയായി. ചെക്ക് ഇൻ ചെയ്യേണ്ട സമയമായി. ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്ത ശേഷം വേണമെങ്കിൽ ഒരു ദിവസം ഇവിടെ താമസിച്ചിട്ട് നാളെ കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇവിടെ അല്ല, അസ്വാനാണ്. അസ്വാൻ പോകണമെങ്കിൽ നാളെ പോകണം. في سيارة أصل أسوان باصات بس في نو باص لا ترين ستيشن بس 25 يورو for one person 25 يورو $25 $25 مال الفورين برا نفر نفر واحد $25 $25 ഒരാൾക്ക്. ഇവിടുന്ന് നമ്മൾ കൈറോന്ന് അലക്സാണ്ട്രിയ പോകുന്ന ദൂരേ ഉള്ളൂ. പക്ഷേ $25 ആണ് ഒരാൾക്ക്, $25. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി ഏതായാലും നമ്മുടെ ലക്സറിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഹോട്ടലിൽ പോട്ടെ, ഹോസ്റ്റലിൽ പോട്ടെ, ചെക്ക് ഇൻ ചെയ്യണം. നമ്മളെടുത്ത റൂം എടുത്തിട്ടില്ല, പോയിട്ട് അന്വേഷിക്കണം. റൂമിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. വലിയ പൈസയൊന്നും ഇല്ല. പിന്നെ റൂമൊക്കെ നോക്കിയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ലേക്കിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ റൂമുകളുണ്ട് കേട്ടോ. ഏതായാലും നമ്മൾ ഉള്ളിലോട്ട് പോയിട്ട് റൂമിൻ്റെ അവസ്ഥയൊക്കെ എന്താണെന്ന് നോക്കാം.
അതിനുശേഷം ചെക്ക് ഇൻ ചെയ്യും. ഇപ്പോൾ സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ 12:10 ചെക്ക് ഇൻ ചെയ്യേണ്ട സമയമായി. ഉള്ളിലോട്ട് പോട്ടെ. AC റൂമിന് $13. ഓക്കെ, AC ഇല്ലാത്ത റൂമിന് $9. അപ്പോൾ റൂം കാണാമെന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് പോവാണ്. ചൂടുണ്ട് കേട്ടോ. അപ്പോൾ AC ഉള്ള റൂമിന് എടുക്കാം. നല്ലൊരു ചൂടുണ്ട് ഇവിടെ. നമ്മൾ കൈറോ പോലെയല്ല, ഇത് സുഡാൻ്റെ ആ ഒരു ഭാഗത്തേക്ക് താഴോട്ടേക്ക് കിടക്കുന്ന ചൂട് വരുന്നുണ്ട്. അത് بس هذه مكيف ما في مكيف فيه اعملها هجيب لك واحده بالمكيف يوريك مكيف I'm going to another room with the conditioning no problem okay can I see we'll see അടിപൊളി റൂമൊന്നും കുഴപ്പമൊന്നുമില്ല, വൃത്തിയുള്ള ബാത്റൂമൊക്കെയാണ്. ഇതാണ് റൂം. ഇനി അടുത്ത റൂം നമുക്ക് നോക്കാം. മുക്കയ്യഫ് ഉള്ളത്. دي فيها مكيف اعمله لك دلوقتي على طول. دي مكيف. ها ما في باب ولا ما في شيء؟ باب يا راجل دلوقتي اروق لك بابك موجود ومفتاحك وين في تواليت وكل حاجه اوكي تاخذ. അപ്പോൾ നമ്മുടെ റൂം ശരിയായിട്ടുണ്ട്, വൃത്തിയാക്കി തന്നിട്ടുണ്ട്. ബെഡ്ഷീറ്റ് ഒന്ന് പൊക്കി നോക്കണ്ട, അതിൻ്റെ അവസ്ഥ വേറെയാണ്. നമുക്ക് കിടക്കാനുള്ള റൂം റെഡി ആയിട്ടുണ്ട്. ഇവിടെ 2 കട്ടിലുണ്ട്, ഇവിടെ ഡബിളും ഇവിടെ സിംഗിളായിട്ട്. അപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. AC ഉണ്ട്, ഫാനും ഉണ്ട്. അപ്പോൾ ചിൽഡാണ്. ബാത്റൂമും റെഡിയാണ്. പോയിട്ട് ഫ്രഷാണ്, കുളിക്കണം. കുറച്ചൊന്ന് കിടന്നുറങ്ങണം. ഉച്ചയ്ക്ക് 1:30 മണിയായി, 2 മണിയാറായി. വിശക്കുന്നുണ്ട്. അപ്പം പുറത്ത് പോയിട്ട് ഉച്ച സമയത്ത് നടക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ ഓഫീസിലെ മെയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ തന്നെ ഓർഡർ ചെയ്ത് ഈ ഒരു ഫുഡിന് 150 ഗിനിയാണ് ചാർജ് ചെയ്യുന്നത്. ഏകദേശം 15 റിയാൽ. വരും, കഴിക്കുക, റെസ്റ്റ് എടുക്കുക, അതിനുശേഷം പോയിട്ട് കിടന്നുറങ്ങണം. നല്ല ഉറക്കാശയുണ്ട്. ഫുഡൊക്കെ കഴിച്ചപ്പം മനസ്സിലായത് ഇവിടെ പവർ കട്ട് ഉണ്ട്. ഉച്ചയ്ക്ക് 3 മണിക്ക് പോയാൽ 1.5 മണിക്കൂർ പവർ കട്ട് ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഫോണൊക്കെ ചാർജ് ചെയ്യണം. രാത്രി അല്ലെങ്കിൽ വൈകിട്ട് ഒരു കറക്കൊക്കെ കറങ്ങേണ്ടതാണ്. അതിന് മുമ്പ് ചാർജ് ഇല്ലെങ്കിൽ പ്രശ്നമാകും. ഒരു ലൈറ്റ് ഷോക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫോണൊക്കെ ചാർജ് ചെയ്ത് നോക്കട്ടെ. 1/2 മണിക്കൂറേ സമയമുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു റൂം ഞാൻ ഓൾറെഡി കാണിച്ചു തന്നെ നിങ്ങൾക്ക് അല്ലേ, ഇത്തരത്തിലുള്ള. അതുകൂടാതെ അവിടെ കണ്ടില്ലേ ചെറിയ ചെറിയ ഗുഹ പോലത്തെ റൂമുകൾ, നല്ല രസമുണ്ട്. സ്പോട്ട് നല്ല ശരിക്കും നമ്മുടെ നാടൻ ടൈപ്പ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പൺ എയർ AC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇരുന്ന് നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചൂടില്ലാണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. ശരിക്കും നാട്ടിലതേ കാലാവസ്ഥ, അല്ലെങ്കിൽ നാട്ടിലതേ സ്റ്റൈല്. ഇവിടെ ഒരു വെള്ളക്കാരൻ കിടന്നുറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മൊബൈലും കളിച്ച് കളിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ റൂമിലോട്ട് പോട്ടെ, ഫോണൊക്കെ ചാർജ് ചെയ്യട്ടെ. ഇത് വൈകിട്ട് നമുക്ക് പുറത്തിറങ്ങാം. അങ്ങനെ ഞാൻ താമസിക്കുന്ന ലക്സറിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. വൈകുന്നേരത്തെ കാഴ്ചകൾ, നൈറ്റ് ലൈഫ് ഒന്ന് കാണിക്കാൻ വേണ്ടി. ചെറിയൊരു ടൗണാണ്. ഇത് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് ചെറിയ ബോട്ടും മിസ്രികളും ഇതൊക്കെ ആയിട്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടില്ല ബസ് സ്റ്റാൻഡിന്. നമ്മൾ വന്നിറങ്ങിയ സമയത്ത്, പുറത്തിറങ്ങിയ സമയത്ത് കണ്ട് ഒരു UK അല്ലെങ്കിൽ ഇന്ത്യൻ UK-ക്കാരൻ. അവൻ താമസിക്കുന്ന ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ, 15 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ അവനും ഞാനും കൂടി രാത്രി ഒന്ന് കറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകളായിരിക്കും. എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അസ്വാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ അസ്വാനിലേക്ക് ഇവിടുന്ന് ബസ്സില്ല, ട്രെയിനിലേ പോകാൻ പറ്റുള്ളൂ. ട്രെയിനാണെങ്കിൽ ഇവിടുന്ന് നല്ല റേറ്റാണ് വിദേശികൾക്ക്, അതായത് ഈജിപ്ഷ്യൻകാർക്ക് വില കുറവും ടൂറിസ്റ്റുകളായി വരുന്നത് നമുക്കൊക്കെ ഭയങ്കര റേറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ കൈറോന്ന് ഇവിടത്തേക്ക് ബസ് എടുത്ത് വന്നത്. ഏത് നമ്മൾ നിൽക്കുന്ന ലക്സറിലേക്ക് ട്രെയിൻ ഉണ്ട്, പക്ഷേ നല്ല റേറ്റാണ്. നാട്ടുംപുറം, ഒരു തനി നാട്ടുപുറം, അതാണ് ലുക്സർ. ഈ ലുക്സറിനെക്കാട്ടി നാട്ടുപുറമായിരിക്കും അസ്വാൻ. ഇതിനെക്കാട്ടി കുറച്ചും കൂടി താഴോട്ടേക്കാണ് പോകുന്നത്. കുട്ടികളൊക്കെ കുതിർന്ന ബോൾ കളിക്കുന്നത്, മറ്റേ എന്താ പറയുക, പാട്ട് പറക്കുന്ന ആൾക്കാർ സ്പീക്കറിൽ വിളിച്ച് പറഞ്ഞ്, അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫെറി എടുത്തിട്ട്, അതായത് പബ്ലിക് ഫെറിയാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ എന്താ പറയുക, ചിലപ്പോൾ അവർക്കൊന്നും ഇഷ്ടപ്പെടാനൊന്നുമില്ല ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് കാണിക്കാത്ത. അപ്പോൾ നമ്മൾ ഈ ഫെറിയിൽ അപ്പുറത്തെ സൈഡ് പോയിട്ട് വേറൊരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിൽ ലൈവ് ഷോ ഉണ്ട്. ആ ലൈവ് ഷോ കാണാൻ വേണ്ടി പോവാണ്. സമയം എന്ന് പറയുന്നത് 7-8 ആയിട്ടുള്ളൂ. 8 മണിക്കാണ് സൂര്യാസ്തമയം. 8 മണിക്കത്തെ പരിപാടിക്ക് അല്ലെങ്കിൽ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും നമ്മുടെ Is it okay? I can show you your face? I can show your face? Is it okay? ഞാനും what's your name? I forgot your name. സന്ദീപും കൂടിയിട്ട് നമ്മൾ പോവാണ് നേരെ ടെമ്പിളിലേക്ക്. ബോട്ട് ജെട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട്, അതായത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരാനുള്ള ഒരു ബോട്ട് ജെട്ടിയാണ്. 10 ഗിനിയാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ എത്തിയ ശേഷം നേരെ നമ്മൾ നടന്നിട്ട് ആ ടെമ്പിളിലേക്ക് പോകാനുള്ള ദൂരമുള്ള ഒരു 10 മിനിറ്റുള്ള വാക്കിങ്ങേ ഉള്ളൂ. ഇവിടെ നിന്ന് നടന്നിട്ട് നമ്മൾ പോകും.
കർണക് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറി ഇപ്പോൾ ടിക്കറ്റ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കണം. ഇവിടുന്ന് രാത്രിയാണ് ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എക്സ്പീരിയൻസോ ഐഡിയ ഒന്നുമില്ല. പക്ഷേ പുള്ളിക്കാരൻ നമ്മൾ കൂടെ വന്ന ആളാണ് പറഞ്ഞത് ഇവിടെ പോയിട്ട് കാണാമെന്നുള്ളത്. അതിനകത്ത് പോയിട്ട് കാണാം കാഴ്ചകൾ. ഇപ്പോൾ പരിപാടി തുടങ്ങിയത് 8:08 8 മണിക്ക് 8:05 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷോക്കുള്ള ലൈറ്റ് ഷോക്കുള്ള ടിക്കറ്റിന് 900 ഗിനിയാണ് ചോദിച്ചത്, 900 ഗിനി. അപ്പോൾ അങ്ങനെ ക്യാഷ് കൊടുത്തിട്ടില്ല, കാർഡ് വെച്ചിട്ടാണ് എടുത്തത്. കാർഡ് ഇല്ല, ഇവർ കാർഡ് അക്സെപ്റ്റ് ചെയ്തില്ല, ക്യാഷ് വേണം. അങ്ങനെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ആരുമില്ല കേട്ടോ. ഇത് 900 ഗിനിക്ക് വർത്താണോ എന്നുള്ളത് കണ്ടറിയാം. വളരെ ചുരുങ്ങിയ ആൾക്കാരേ ഉള്ളൂ. ഐ തിങ്ക് പീപ്പിൾ ആർ സിറ്റിംഗ്. അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അവിടെ പോയിട്ട് ഇരിക്കാം നമുക്ക്. Father is like unto an aged shepherd. His right hand holds the shepherd's crook that gathers in the dust of the stars. Curly brown sphinx can be seen leading the flock, like this one, that the sculptor has fashioned in multiplicity to guard the court of Kama. ഗേറ്റിനടുത്ത് പുറത്തുനിന്ന് വരുന്ന സമയത്ത് ആരെയും കണ്ടിട്ടില്ല. പക്ഷേ ഉള്ളിലോട്ട് കയറിയ സമയത്ത് കുറച്ച് യൂറോപ്യൻസും വെള്ളക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ വന്ന സമയത്ത് ഓൾമോസ്റ്റ് ഈ പരിപാടി തുടങ്ങുന്ന ഷോ തുടങ്ങുന്ന സമയമായതുകൊണ്ടാണ് ആൾക്കാരൊക്കെ ഓൾറെഡി നേരത്തെ എത്തിയിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഈ ഒരു ഷോ നൈറ്റ് ഷോ ലൈറ്റ് ഷോക്ക് അടുത്ത സ്ലോട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഷോ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത സ്ലോട്ട്, അങ്ങനെ ഓരോരോ സ്ലോട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കൂടുതലായിട്ടും കാണുന്നത് ഇംഗ്ലീഷുകാരും യൂറോപ്യൻസൊക്കെയാണ് ഈ ഒരു സ്ലോട്ടിലേക്ക്. ശരിക്കും അടിപൊളി സ്ഥലം തന്നെയാണ്. പക്ഷേ രാവിലെ കണ്ടാൽ കുറച്ചും കൂടി ബെറ്റർ ആവുള്ളൂ എന്ന് തോന്നുന്നു. Do not be overwhelmed by the sheer size of these ruins. The citadel that arose here was not designed on the scale of men, but on the grand scale of God, from whom all things flowed. After the treachery of my brother, I have left behind me in this courtyard nothing but this calcite sphinx. നമ്മൾ ലക്സറിലോട്ട് വന്നത് കൈറോ കഴിഞ്ഞ് നേരെ അലക്സാണ്ട്രിയ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കൈറോനെക്കാട്ടിയും ബെറ്റർ വെതറായിട്ടാണ് അലക്സാണ്ട്രിയയിലുള്ളത്. അലക്സാണ്ട്രിയ കഴിഞ്ഞിട്ട് നമ്മൾ ലക്സോറിൽ വന്ന സമയത്തും ഈ കൈറോനെക്കാട്ടിയും അലക്സാണ്ട്രിയ ചൂട് കൂടുതലാണ് ഈ ഒരു ഭാഗത്ത്. കാരണം നമ്മൾ സൗത്തിലോട്ട് സുഡാനിൻ്റെ അങ്ങോട്ടേക്ക് ആ ഒരു ഭാഗത്തോട്ട് പോവാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകാൻ ഉദ്ദേശിക്കുന്ന അസ്വാൻ എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിയും ചൂടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പകൽ വന്നിട്ട് കാണുക പറയുന്നത് ദുസ്സഹനീയമായിരിക്കും ഈ ഒരു സമയത്ത്. നല്ല വിൻ്ററും കാര്യങ്ങളൊക്കെ സമയത്താണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ശരിക്കും കാണേണ്ട സ്ഥലം തന്നെയാണ്. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു അമ്പല സമുച്ചയമാണ് ഈ കാണുന്നത്. തൂണുകളുടെ വലിപ്പവും ആ ഒരു ഗാംഭീര്യവും എല്ലാം അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റ് ഷോ ആണ്. പക്ഷേ എനിക്ക് ലൈറ്റ് ഷോ എത്ര വലിയ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പക്ഷേ പകൽ വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. പക്ഷേ പകലാണെങ്കിൽ നല്ല ചൂടുമാണ്. അപ്പോൾ ഏതായാലും വന്ന് ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് നമ്മളിപ്പോൾ രാത്രിയാണ്, രാത്രിത്തെ കാഴ്ചകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Like the flowers in the garden. The Heimstar chamber was built by Saint I between the second and third Heims, and he decorated a large part of the walls and columns with reliefs. The decoration was completed by Francis II, who used not reliefs this time, but sun reliefs. This Heimstar chamber is the mother of all the three main basilicas which later were Egypt, in other words, over the universe, in his quality as son of Adam. Now, God is resting.
ഈ ലൈറ്റ് ഷോ നടക്കുന്നത് ഓരോരോ സ്ഥലങ്ങളിലായിട്ടാണ്. അപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് നിന്നിട്ട് ആ ഒരു ലൈറ്റ് ഷോൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞ ശേഷം, അതായത് ഇതിൻ്റെ ചരിത്രം കഥയായിട്ട് ഇങ്ങനെ പറയുകയാണ് ലൈറ്റ് ഷോയിൽ. അപ്പോൾ ഓരോരോ സ്പോട്ടിലേക്ക് നമ്മൾ നിർത്തിയിട്ട് ആ ഒരു ഭാഗത്തെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നടന്നിട്ട് മുന്നോട്ട് പോകും. അത്തരത്തിൽ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ലൈറ്റ് ഷോൻ്റെ. അപ്പോൾ നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ ഒരു ഭാഗത്തേക്ക് നടന്നു പോകുന്ന ഭാഗമാണ്. ഇഷ്ടംപോലെ പട്ടികളുണ്ട് കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓരിയിടുന്നുണ്ട് പട്ടികൾ ഇഷ്ടംപോലെ. നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ കാലിനിടയിലൂടെയും അവിടെ ഇടയ്ക്ക് ആയിട്ട് ഇഷ്ടംപോലെ പട്ടികളുണ്ട്. It has been said that Thebes was the first city, the city of cities. Maps of the empire up to date, and the much more complicated maps of the kingdom of eternity. Who reigns forever here is not a god to be taken lightly. കറക്റ്റ് 1 മണിക്കൂർ പരിപാടി. ഐ മീൻ ലൈറ്റ് ആൻഡ് ഷോ ആണ്. 900 ഗിനിയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. വെള്ളക്കാർക്കൊക്കെ പറ്റും, പക്ഷെ ഇത്രയും പൈസ കൊടുത്തിട്ടുള്ള പരിപാടി കാണാനുള്ള വർത്തൊന്നുമില്ല. പക്ഷെ പകൽ വന്നിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണണമെങ്കിൽ കാണാം. പക്ഷെ ഞാൻ രാത്രിയാണ് വന്നത് ലൈറ്റ് ആൻഡ് ഇത് മ്യൂസിക് ഷോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഈ ഒരു പൈസക്ക് വರ್ತല്ല. പകൽ വന്നിട്ട് ഈ ഒരു ഇതൊക്കെ കാണണമെങ്കിൽ അത് വർത്താണ്, അത് കാണാനുണ്ട്. പക്ഷെ അതും നല്ല കൂടുതലാണ് ഞാനുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേ കുറേ പട്ടികളുണ്ട് ഇവിടെ. ഷോവിനനുസരിച്ച് പട്ടികൾ കുറച്ച് കൊടുക്കുകയാണ്. നമ്മൾ തിരിച്ചിവിടുന്ന് പോവാണ്. അതെ മേരെ കാം പർ ഭി ജാ സക്തേ. ആ സർ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ലുക്സറിൽ രാവിലെ വന്ന ബസ് സ്റ്റോപ്പിലാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് അവരുടെ ഓഫീസും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് അതിന് നമ്മൾ പോകേണ്ട അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള പോകേണ്ട ടിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കുക, അല്ലെങ്കിൽ തിരിച്ച് പോകേണ്ട കയറൊക്കെ പോകേണ്ട ടിക്കറ്റ് വാങ്ങിക്കുക. അത്തരത്തിൽ അന്വേഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ലോങ് ജേണി ബസ് പുറപ്പെടുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ പോകേണ്ട അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അസ്വാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അസ്വാനിലേക്ക് ഇവിടുന്ന് ഒരു ബസ്സും പോകുന്നില്ല. പിന്നെ പോകുന്നത് ആകെ ടാക്സിയും ട്രെയിനുകൾ മാത്രമാണ്. ഇപ്പോൾ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. പോയി ചോദിച്ചു നോക്കാം. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ വിദേശികൾക്ക് ഡബിളും അല്ല 10 മടങ്ങൊക്കെ കൂടുതലാണ് പറയുന്നത്. ഒരു ഫ്ലൈറ്റ് എടുത്ത് പോകേണ്ട പ്രൈസ് ആവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചോദിച്ചു നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. ലോക്കൽ ട്രെയിൻ എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് ഇവിടുന്ന് ഡെസ്റ്റിനേഷൻ ക്ലോസ് ചെയ്യണം. കൈറോയിലൊക്കെ പോകണം. എന്നിട്ട് 4-ാം തീയതിയാണ് എൻ്റെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അതുവരെ ടൈമുണ്ട് എനിക്ക്. നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ പോകുന്നത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. ആ പോകുന്ന വഴിക്കുള്ള അവിടെ വഴിയോര കച്ചവടക്കാരൊക്കെ വിൽക്കുന്ന സ്പൈസസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് ആ ഒരു സ്ഥലത്തേക്ക്. ഈ ലക്സറിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകൾ, ബക്കാലകൾ പോലത്തെ ഇത്തരത്തിൽ സ്പൈസസ് വിൽക്കുന്ന ഒരു ഷോപ്പിൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ നടന്ന് പോവാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനും റെഡിയിട്ടാണ്. ജസ്റ്റ് ചെറിയ ദൂരമേ ഉള്ളൂ, ഡിസ്റ്റൻസേ ഉള്ളൂ അവിടത്തേക്ക് പോകാനായിട്ട്. ആമേലേ ഇതാണ് ലക്സറിലെ റെയിൽവേ സ്റ്റേഷൻ മുമ്പിലാണുള്ളത്. ടിക്കറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നല്ല റേറ്റാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം എനിക്ക് സമയമില്ല തിരിച്ച് പോകാനുള്ള. പിന്നെ നല്ല ചൂടുണ്ട്. ലക്സറിൽ വന്ന സമയത്ത് തന്നെ എനിക്ക് മടുത്ത്. ഇപ്പോൾ അസുഖാനും കൂടി പോയാൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു ഡെസ്റ്റിനേഷൻ ലക്സറിൽ നിന്ന് തിരിച്ച് കൈറോയിലോട്ട് പോകും. കൈറോയിൽ നിന്ന് നേരെ തിരിച്ച് നമ്മുടെ ഖത്തറിലോട്ട് വരണം. അപ്പോൾ ലക്സറിൽ എൻ്റെ കൂടെ ഈ UK മലയാളി ഉണ്ടല്ലോ, UK ഇന്ത്യക്കാരുണ്ടല്ലോ, അവനും 2 ദിവസം ഉണ്ടാവും. അപ്പോൾ ഏതായാലും 2 ദിവസം ലക്സറിൽ കഴിച്ചു കൂട്ടിയിട്ട് അതിനുശേഷം ബാക്കി കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് പോകാമെന്നുള്ള രീതിയിലാണുള്ളത്. നമ്മൾ കുതിരവണ്ടി പോവാണ്. കുതിരക്കാരിങ്ങനെ ഇറങ്ങാറാക്കണത്. ഇവരാണ് കുതിരക്കാരൻ. സംസാരിച്ച് അവസാനം പറഞ്ഞ് 30 ഗിനി തന്നെ, അതായത് 3 റിയാലും 1 മണിക്കൂർ എങ്ങനെ ഞാൻ ചുറ്റി കറക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ 2 ആളും കൂടിയിട്ട് ഈ ഒരു കുതിര സവാരിക്ക് പോവാണ്. 30 ഗിനി. അതായത് ട്രാഫിക് ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല, ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് ഇറങ്ങിയിട്ട് വരട്ടെ. കുതിര സവാരിയിൽ പോയിട്ട് വരും. दिल्ली में ऐसे होता है। डिलीट हो जावा भैया। या अल्लाह, बिस्मिल्लाह। Very heavy.
Cinderella very happy. Yeah, why very happy? I look for you. It's my Cinderella. Hurma? Allah. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ കുതിര സവാരി എടുക്കുകയാണ്. 30 കിമി 1 മണിക്കൂറിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം 1 മണിക്കൂറാണ്. ഇപ്പോൾ സമയം എത്രയായി? 10:26. 1 മണിക്കൂർ വേണോ? വേണ്ട, നോക്കാം. 10:26. ആക്ച്വലി 30 കിനിയൊക്കെ പറഞ്ഞിട്ട് ഇവർ നമ്മളെ ടൂറിസ്റ്റുകളെ കയറ്റിയിട്ട് ഇവരുടെ പരിപാടി എന്ന് വെച്ചാൽ ഇവർ ഈ സ്പോട്ടിൽ 1 മണിക്കൂർ എന്നൊക്കെ പറയില്ല. അപ്പോൾ ഓരോ സ്പോട്ടിൽ പോയിട്ട് ഈ ഷോപ്പുകളുടെ മുമ്പിലൊക്കെ നിർത്തിയിട്ട് നമ്മളെ കൊണ്ട് എങ്ങനെയെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിപ്പിച്ചു. അങ്ങനെ കിട്ടുന്ന കമ്മീഷനാണ് ഇവരുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളെ കൊണ്ട് ഒരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കുറച്ച് സുവനീയേഴ്സ് അല്ലെങ്കിൽ ചുമർ പെയിൻറ്റുകളൊക്കെ വാങ്ങിപ്പിച്ചു ഞങ്ങൾക്ക് പോയിട്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വാങ്ങിച്ചു. ആ വാങ്ങിച്ച കമ്മീഷനൊക്കെ ഇവൻ്റെ കയ്യിൽ കിട്ടും. അപ്പോൾ തിരിച്ച് പോകേണ്ട സ്ഥലത്തേക്ക് നമ്മൾ ടാക്സി വിളിച്ച് പോകുന്നില്ല. ഈ ഒരു 1 ഹവറിൻ്റെ ട്രിപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ട്രിപ്പ് ഇങ്ങനെ ചുറ്റി കറങ്ങിയിട്ട് നമ്മൾ ബോട്ട് ചെട്ടിയിലൂടെ അതിലൂടെയാണ് പോകുന്നത്. നമ്മുടെ ബോട്ട് ചെട്ടീൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ബോട്ട് എടുത്തിട്ട് വീണ്ടും ആ ഫെറി എടുത്തിട്ട് നമ്മളെ റൂമിലോട്ട് പോകും. അപ്പോൾ ടാക്സിയുടെ പൈസ ഇതിൽ തന്നെ വസൂലായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബോട്ട് ചെട്ടീൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഈയുടെ ഒരു നല്ലൊരു വൈബ് തന്നെയാണ് ഈ ബോട്ട് ചെട്ടീൻ്റെ ഏരിയയിൽ. നല്ല ഫുള്ള് ആളുകളൊക്കെ നിറഞ്ഞ് വൈകിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ടും അതുപോലെ തന്നെ ഫാമിലികളായിട്ടും കുട്ടികളൊക്കെ ആയിട്ടും നടന്ന് ഈ ഒരു നമ്മുടെ ഖത്തറിലെ കോർണിഷ് പോലത്തെ ആ ഒരു അനുഭൂതി തന്നെയാണ്. ഇവിടെ ഒരുപാട് വേറെയും ബോട്ട് അല്ലെങ്കിൽ വലിയ കപ്പലുകൾ നിർത്തിയിട്ടുണ്ട്, ക്രൂയിസ് കപ്പലുകൾ. അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെള്ളമൊക്കെ കുടിച്ച് നേരെ നമ്മുടെ ഫെറി എടുത്ത് നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ നേരെ കൈറോന്ന് ലെക്സറിലെത്തി. ലെക്സറിൽ നമ്മുടെ റൂമിലോട്ട് പോയി റൂമിൽ നിന്ന് വൈകിട്ട് ഇറങ്ങി കർണക് ടെമ്പിളും കണ്ടു. ഈ ഒരു ലെക്സറിൻ്റെ നൈറ്റ് വൈബൊക്കെ കണ്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി, അതായത് ലെക്സറിൽ മറ്റൊരു കാഴ്ചയും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അതുവരെ ബൈ.